അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ചിക്കൻ മസാല ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കിയാലോ. ഒരു അടിപൊളി ഒരു ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കനും ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇത് ചിക്കൻ മസാല ഉണ്ടാക്കാമല്ല, മസാലക്കുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ളി നല്ലവണ്ണം വാടി വന്നതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് തക്കാളി ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ചതച്ചത് അതും ചേർക്കുന്നുണ്ട്. ചിലവർ പേസ്റ്റാക്കിയിട്ടിടും, നമ്മളിവിടെ ചതച്ചതാണ് ചേർക്കുന്നത്. ചതച്ചത് ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ കൂടെ കടന്നിങ്ങനെ അതും വെന്ത് വന്നു കഴിഞ്ഞാൽ ആ ചിക്കൻ മസാല കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുകയാണെങ്കിൽ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചതച്ച് ചേർത്തിക്കുന്നത്. മസാല ആക്കാതെ, പേസ്റ്റാക്കാതെ ചതച്ച് ചേർക്കുക. ഇപ്പം നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. നമ്മളെ പ്രവാസികളുടെ പെരുന്നാളൊക്കെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു. ഇന്ന് നാട്ടിൽ പെരുന്നാൾ. നാട്ടിലെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ അതിനും വേണ്ടിയുള്ള ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ആ ഉള്ളി വാടി വരുമ്പോൾ തന്നെ അതിക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം ചതച്ചത്. ഒന്നുകൂടി വാടി വന്നിട്ട് നല്ല തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മസാലയൊക്കെ മിക്സായതിനു ശേഷം നല്ലോണം ഉള്ളിയും തക്കാളിയും വെന്തതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ സാധാരണ ഇടുന്ന തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടെങ്കിൽ കച്ചപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലക്കൊക്കെ കുറച്ച് ടൈറ്റൊക്കെ കിട്ടിക്കോളുന്നാൽ നന്നായിട്ട് കുറുകി വരും. വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം ടൈം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സാധനത്തിന് ടേസ്റ്റ് കൂടും. ചിക്കൻ മസാലയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തോളുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ എല്ലാം വാടി വന്നതിന് ശേഷം മസാല ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുക്കും. സോസും മസാലയൊക്കെ നല്ല മിക്സ് ആയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം കുറച്ച് ചിക്കൻ കൂടുതലൊക്കെ ഉള്ളതല്ല, അപ്പോൾ കുറച്ച് മസാല വേണ്ടേ. അപ്പോൾ സോസ് ഒഴിക്കുന്നുണ്ട്, ടൊമാറ്റോ കച്ചപ്പ്. മസാലയും ടൊമാറ്റോ കച്ചപ്പും എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് തീ കൂട്ടി വെക്കാം കേട്ടോ. അതിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും ഉള്ളിയും ക്യാപ്സിക്കനൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ട മസാലയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ഇട്ട് മിക്സായി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ചിക്കൻ മസാല ആവും.
ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സാക്കി യോജിച്ചെടുക്കുക. പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല, അതേമാതിരി കുരുമുളക് പൊടി അതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സാക്കുക. എത്രയോ പണിയുള്ളൊരു ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാണ്. മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. നല്ലവണ്ണം ഇളക്കി മറിക്കണം കേട്ടോ. നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. ആ മസാലയൊക്കെ ആ ചിക്കനിൽ നന്നായി പിടിച്ച് കഴിയുമ്പോഴാണ് ആ ചിക്കൻ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നല്ലോണം മിക്സാക്കി ഒക്കെ ഇളക്കി വന്നതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ മസാലയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കാരം. മല്ലിയില ഇടുന്നത് എപ്പോഴും നല്ലതാട്ടോ. എന്ത് സാധനത്തിനും മല്ലിയില കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും. നല്ല ഇളക്കി മറിക്കാൻ, കൂടുതൽ ചിക്കൻ ഉള്ളതുകൊണ്ട് നല്ല ഇളക്കി മറിക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും. വലിയ സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ പുറത്തും പോവും. അപ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല. ഇനി ഒന്ന് ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ മസാല റെഡിയായി. ചിക്കൻ മസാല എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കാണുന്നവർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഒന്ന് അളന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ഇത്ര ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാം റെഡിയായി. ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. നമ്മളത് കാറ്ററിംഗ് കമ്പനിയാണ് കേട്ടോ, കാറ്ററിംഗ് ആണ്. അപ്പോൾ മെസ്സിൽ കൊണ്ടുപോവുക, വെക്കാൻ വേണ്ടിയില്ല ഡിഷിലാക്കി വെക്കുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരണ്ടേ ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരോടും ബൈ ബൈ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ നമുക്കത് വളരെ ഒരു സന്തോഷമാണ്. അപ്പോൾ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും, എല്ലാ മുത്തുമണികളോടും ബൈ ബൈ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ.